സിനിമാ രംഗത്തേക്കും ചുവട് വെച്ചിരിക്കുകയാണ്. സിനിമാ രംഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മദ്രാസിൽ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ തിക്കുരിശി അദ്ദേഹം ഒരു ഉർവശി ഭാരതി എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ ഞാനും പ്രേം നസീറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയത്. അത് ശരി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഉർവശി ഭാരതി, ചീഫ് ഗസ്റ്റ് പ്രസാദ്. ഈ 3 പടത്തിലും ഞാനും പ്രേം നസീറും അടൂർ ബാസി ചേട്ടനുമായിട്ട് കോമ്പിനേഷൻ. അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് അവിടെ നിൽക്കാനോ അതിനോടൊപ്പം നീങ്ങാനോ എന്നെ കൊണ്ട് പറ്റിയില്ല. കാരണം ഞാൻ കമ്പനി ജോലിയാണ്. കമ്പനി ജോലി ശനിയാഴ്ച ഉച്ച വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫ്രീ ആവും. ശനി ഞായറും ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ സമയത്തിനകത്ത് നമുക്ക് ഒരിടത്തും പോകാനൊക്കില്ല. കാരണം ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പാക്കപ്പ് ചെയ്യുന്നത്, എവിടെയാണ് പോകണു വരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലേക്ക് പറഞ്ഞ് ഇറങ്ങി നടന്നാലേ കാര്യം നടക്കും. അതിനകത്ത് വേറൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കൂല. അങ്ങനെയാണ് അതിന്റെ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത് അഭ്രചായയാണല്ലോ. അതിപ്പോ അതിലേക്ക് വേണ്ടി നടക്കാനുള്ള ജീവിതം ഒഴിഞ്ഞു വെക്കണം. അതുവരെ ജീവിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവണം. എങ്കിലും ഇപ്പോ ട്യൂണാണ് തരുന്നത്. മുമ്പ് നമ്മളൊരു ഗാനം എഴുതിയിട്ടാണ് നമ്മൾ അതിന് ട്യൂൺ കൊടുക്കുക. അത് ശരിയാണ്. ഈ ട്യൂണിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്യൂൺ പല വഴിയിൽ കൂടെ പോകും. നമുക്ക് ഒന്നീ വൃത്തബദ്ധമായിട്ട് വരണം. വൃത്തബദ്ധമായിട്ട് സിനിമയ്ക്ക് ഗാനങ്ങൾ വൃത്തബദ്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നത് ചെരുപ്പ് അനുസരിച്ച് കാല് ചെറുതാക്കാൻ പറ്റില്ല. എന്നാൽ കാലിനനുസരിച്ച് ചെരുപ്പ് കിട്ടുക എന്ന് പറയുമ്പോഴേ ഉള്ളൂ കാര്യം. അപ്പോൾ ട്യൂൺ അനുസരിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മിഴിവ്, അതായത് ആന്തരിക അർത്ഥം ചിലപ്പോൾ നമ്മുടെ പാട്ടിൽ കിട്ടിയിരുന്നു വരും. മനസ്സിലായി. അപ്പം നമുക്ക് എപ്പോഴും ബേസ് എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്നതാണ് ശരിയായ റൂള്. അതാണ് അതിന്റെ അതെ. അപ്പോൾ ആ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ സുഖിയപൂരം എന്നൊക്കെ പറയുന്നില്ല, ട്യൂൺ പെരുമ്പാവൂരവിടെ ഇരുന്നിട്ട് തമ്പൂരി ശ്രുതി ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കും, അദ്ദേഹം മൂളിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കും. അദ്ദേഹം മൂളി തീരുമ്പോൾ ഞാൻ എഴുതി തീരും. അങ്ങനെയുള്ള പാട്ട് ഫെയർ ആക്കി എഴുതി കൈ കൊടുക്കുകയാണ്. പിന്നെ അത് നമ്മൾ അതിന് തക്കവണ്ണമുള്ള ഭാഷാജ്ഞാനവും വിജ്ഞാനവും, ജ്ഞാനം മാത്രമല്ല വിജ്ഞാനവും വേണം. വിജ്ഞാനം കൂടെ കൂടിയാൽ മാത്രമേ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ സബ്ജക്റ്റിന് വ്യതിചലിക്കാതിരിക്കണം. ഒരു സബ്ജക്റ്റ് പറയുമല്ലോ ഇന്നതാണ്, ആ സബ്ജക്റ്റ് മാറാതെ നമ്മൾ ആ ക്രിയേഷൻ കൊണ്ടുവരണം. അങ്ങനെയാണ് എന്റെ കാര്യം. ഒരു ദൈവികതയുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ഈശ്വര കാരുണ്യം ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല. അത് അല്ല, ദൈവാധീനം ജഗത് സർവമാണ്. ദൈവാധീനമാണ് ഏറ്റവും മുഖ്യം. പിന്നെ ഗുരുത്വമാണ്. പിന്നെ നമ്മളെ പഠിപ്പിച്ചുള്ളവരൊക്കെ അന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ ഞങ്ങളുടെ അടുത്ത് വന്നവരെല്ലാം കോളേജ് പഠിപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഹൈസ്കൂളിൽ പഠിപ്പിച്ചത് എല്ലാവരും. തീർച്ചയായും. മുമ്പ് ഇപ്പൊ കാണുന്ന പോലെ പല ചാനലുകളൊന്നുമില്ല. ഇപ്പൊ ഏകദേശം 10-30 ചാനലുണ്ട് മലയാളത്തിൽ തന്നെ. അപ്പോ വാർത്തയ്ക്ക് വേണ്ടി മാത്രം 24 മണിക്കൂർ വാർത്താ ചാനലുകളുണ്ട്, പാട്ടിന് വേണ്ടി മാത്രം ചാനലുണ്ട്. അന്ന് മുൻകാലങ്ങളിൽ, അതായത് 80കളിൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾക്ക് ഒരു പിന്നെ വിനോദോപാധി എന്ന് പറയുന്നത് ദൂരദർശൻ മാത്രമായിരുന്നു. അങ്ങനെ ദൂരദർശനുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അന്നത്തെ കാലത്ത്. പക്ഷെ അന്ന് ദൂരദർശന്റെ ഒരു കാലഘട്ടം ആയപ്പോൾ ദൂരദർശനിൽ ഞാൻ ആദ്യം ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തത്. അങ്ങനെ ഒന്നല്ല, അവിടെ അന്നത്തെ പെക്സായിരുന്ന KT ശിവാനന്ദൻ എന്ന ഒരാൾ, അദ്ദേഹമുണ്ട്. അപ്പം ഞാൻ 3-4 പാട്ട് എഴുതി കൊടുക്കും. കാരണം അവർക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ. 3-4 വെറൈറ്റി ആയിരിക്കും. അങ്ങനെ അവർ പാട്ടെടുത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വിശേഷാൽ പാട്ടുകൾ വേണമെന്ന് പറയും. സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിശേഷാൽ പാട്ടുകളാണ്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. അതിപ്പോഴും അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അവര്. ആ സമയങ്ങളാവുമ്പോൾ ആ സമയത്തേ കാണുള്ളൂ. അതുകൊണ്ട് അവർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അത് പാട്ട് കേൾക്കാൻ മാത്രം, ആകാശവാണി പാട്ട് കേൾക്കാൻ മാത്രമേ പറ്റൂ. അത് വിഷ്വലും കൂടെയാണ്. അതാണ് കൂടുതൽ ആകർഷകത്വമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നൃത്തശില്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് പറയാം. നൃത്തശില്പം
നൃത്തശില്പത്തിന് ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പെരുമ്പാവൂരാണ് കമ്പോസ് ചെയ്തത്. അപ്പോൾ അതിന് നൃത്തശില്പത്തിന് ഏകദേശം ഗദ്യവും കൂടെ ഇടയ്ക്കിടയ്ക്ക് നൃത്തശില്പത്തിൻ്റെ ആശയം എടുത്തിട്ട് അതിൻ്റെ പോയിന്റ് എഴുതി. എല്ലാം പൗരാണികമായ കഥകളാണ്. മറ്റേ സരസ്വതി ദേവിയുടെ സംഭവമാണ്, നവരാത്രിയുടെ സംഭവമാണ്. അപ്പം നവരാത്രിയെ കുറിച്ചുള്ള സംഭവം എഴുതിയിട്ട് അതിനകത്തുള്ള ഈ പാട്ടുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അദ്ദേഹം കമ്പോസ് ചെയ്തു, പല ഗായകരും പാടി. അതൊരു വലിയൊരു ആകർഷകത്വമായിരുന്നു ദൂരദർശന്. അത് നവരാത്രിക്കാണ് ടെലികാസ്റ്റ് ചെയ്തത്. നല്ല പാട്ടായി, നല്ല വിഷ്വൽസ് ആയിരുന്നു, നല്ല പാട്ടുകളുമായിരുന്നു. ഡാൻസ് പാർട്ടി കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പൊ ഈ വാർത്തകളൊക്കെ ധാരാളം കാണുന്നുണ്ടല്ലോ, അധികവും നെഗറ്റീവ് വാർത്തകളാണ്. അതായത് ഇപ്പൊ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, സെൻസിറ്റീവ് ഉണ്ടാകുന്ന വാർത്തകളാണ് ഇപ്പൊ എല്ലാവർക്കും ആവശ്യം. കാരണം അതിനകത്ത് ഒരു ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ദോഷം വരുമെന്ന് അവർ ചിന്തിക്കാറില്ല. ദോഷം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരാളിനെ പറയുകയോ സമൂഹത്തിനെ ദോഷപ്പെടുത്തുന്ന രീതിയിൽ, സമൂഹം ദുഷിക്കുന്ന രീതിയിൽ പറയുകയോ ചെയ്യാൻ പാടില്ല. ഈ ഏത് ചാനലായാലും അത് അങ്ങനെ ഒരു രീതി ഇപ്പൊ ഇല്ല. അതിന് എഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അതെ, ഇപ്പൊ ഈ ചെറുപ്പക്കാർ ഒരുപാട് ഈ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നുണ്ടല്ലോ. ഭക്തിയുടെ ഒരു അഭാവം കൊണ്ടാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പോ നമ്മുടെ പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലെ ഹിന്ദു പുരാണത്തിലുള്ള ഉപകഥകളും കഥകളുമാണ് പഠിപ്പിച്ചിരുന്നത് സ്കൂളിൽ. അത് കുറെ കാലം കഴിഞ്ഞ് വന്നപ്പം സെമിറ്റിക് മതക്കാർ പറയാൻ തുടങ്ങി, അത് ഞങ്ങളതും കൂടെ പഠിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ അത് മാത്രം പഠിച്ചാൽ പോലെ. അങ്ങനെ വന്നപ്പം ഹിന്ദു മതത്തിന്റെ കഥകളൊക്കെ ശിബി ചക്രവർത്തി തുടവെട്ടി കൊടുത്ത പക്ഷിക്ക് കൊടുക്കണമൊക്കെ പോയി. അപ്പൊ ഇതൊക്കെ അതിനകത്ത് പഠിക്കുന്ന അതൊക്കെ പോയപ്പോ ഇതെല്ലാം പോയി. ഞങ്ങളെ പഠിച്ചൊക്കെ അങ്ങനെയൊക്കെ. അപ്പൊ എല്ലാം പോയി. കാരണം ഹിന്ദുവിന്റെ എന്ന് പറയാൻ പറ്റൂല. ഹിന്ദുവിന്റെ അകത്തുള്ള കഥകള് ഒരുപാട് കഥയും ഉപകഥകളുമായിട്ട് വരുന്നതെല്ലാം സംസ്കാരം ലോപം വരാതിരിക്കാനുള്ളതാണ് നമ്മുടെ പുരാണങ്ങൾ. അത്രയും ഒരിക്കലും ലോപം വരില്ല, ഉറപ്പാണ്. അതിന്റെ ഒരു അഭാവമാണ് ഗവൺമെന്റോ ഈ വിദ്യാഭ്യാസ ശിക്ഷണന്മാരോ വിചാരിച്ചാലൊന്നും നടക്കൂല. ഇനി നമ്മളേതായ ഹൈന്ദവരുടേതായ ആശ്രമങ്ങളില്ലേ, ആശ്രമങ്ങളുടെ അവിടെ ഒരു സ്വാമി കാണും. സ്വാമിയോടെല്ലാം പറഞ്ഞ ആ ആശ്രമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോയി അവര് എന്തായിരുന്നാലും ആശ്രമങ്ങള് വേറെ ക്യാമറ ഡാൻസ് ഒന്നും നടക്കൂലല്ലോ. അപ്പൊ അവര് എന്തായിരുന്നാലും ഈശ്വര കാര്യവും അവിടെ ഏത് ദേവനെയാണോ പ്രതിഷ്ഠ ആ ദേവനെ പ്രാർത്ഥിക്കും. അപ്പോൾ അതിന്റെ കഥയും ഉപകഥകളും പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കും. അവിടെ ഇനി എല്ലാ കുട്ടികളെയും അങ്ങോട്ട് കൊണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം.